ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ദിസ് ഈസ് സമീർ മുഹമ്മദ്. പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറേയായി വീഡിയോസെല്ലാം ചെയ്തിട്ട്, അപ്പോൾ ഇന്ന് അമ്മ നേരെ നാട്ടിലേക്കാണ്. അപ്പോൾ ഫസ്റ്റ് ഡയറക്റ്റ് അല്ല, ഇവിടെ മധുരയിൽ പോകുന്നുണ്ട്. മധുരയിൽ നിന്ന് ധനുഷ്കോടി അങ്ങനെയെല്ലാം കുറച്ച് പരിപാടീസ് ഉണ്ട്. ഇപ്പോൾ ഫസ്റ്റ് നേരെ മധുരൈ, ഞാൻ ഫ്ലോയിൽ അങ്ങനെ കാണിച്ചു തരാം. മാക്സിമം കവർ ചെയ്യുന്നത്ര ഞാൻ കവറാക്കി കാണിച്ചു തരാം. ഓക്കെ, ഇപ്പം ഞാനുള്ളത് ചെന്നൈയിലാണ്. എന്താ ഗൈസ്, അപ്പോൾ ഇതാ പവർ ബാങ്കും വയേഴ്സും കാര്യങ്ങളൊക്കെ സെറ്റായി. ഇതാ നല്ല ഉറക്കണം. പോട്ടെന്നാലേ അതാ ഓരോരുത്തരുണ്ട്. ഹെൽമെറ്റൊക്കെ റെഡിയാണ്. ഇപ്പോൾ വീടിന് ട്രെയിനിലാണ് പോകുന്നത്. ഓരോരുത്തരും ഇരുന്നിട്ട് ഇതാ വണക്കം. ആറ് വീഡിയോടാ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് பண்ணுங்க. ഓക്കെ, ഇതാ ബാഗ്സും കാര്യങ്ങളൊക്കെ റെഡിയാണ്. ഇനി ഇറങ്ങിയേ ഉണ്ട്. ഓക്കെ, ഇത് ഫ്രണ്ട് വെട്രി ആണ്. വാഴക്കെല്ലാം ഇപ്പോൾ ഇയാളുടെ വന്നിട്ടായിരിക്കും. വെട്രി കടയാത് അല്ല, അങ്ങനെ ഡ്രോപ്പ് ചെയ്യാൻ വന്നിട്ടുള്ള. ഓക്കെ, ബാക്കി റണ്ണിങ്ങിൽ കാണിച്ചു. ട്രാഫിക്കിലുള്ളത് ടിപ്പിക്കൽ ട്രാഫിക്. സെൻസർ ഫോണ് മാടാ. ഇവിടെ ട്രാഫിക്കിനൊന്നും ഒരു കുറവില്ല കേട്ടോ. ഭയങ്കര ട്രാഫിക്കാണ്. എല്ലാം മറ്റേ ഐ.ടിയും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനെ ഇതാ ഇവിടെ എത്തിയിട്ടുണ്ട്. താമ്പറം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഓക്കെ, എന്താ താമ്പറം റെയിൽവേ. അപ്പോൾ നമ്മളാ മച്ചാ ഇങ്ങും ട്രാഫിക്കാർക്ക്. ഫസ്റ്റ് ടൈം ഫേസ് കാട്ടാ. ഏഴാவது പ്ലാറ്റ്ഫോം. ഓക്കെ ഗൈസ്, അപ്പോൾ അങ്ങനെ ഓനി കോണ്ടാക്റ്റിട്ട് പോകാൻ പോയി. അപ്പോൾ സ്റ്റേഷനിലല്ല, ട്രെയിനിനായിട്ട് വെയിറ്റ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ട്രെയിനും വേണ്ടി കാത്തിരിക്കുകയാണ്. ഓക്കെ, നോക്കാം. മധുരയിൽ ഇപ്പോൾ രാവിലെ ഏകദേശം ഒരു 5:30-6 മണിയാകുമ്പോൾ മധുരയിലേക്ക് എത്തും. മധുരയിലേക്ക് എത്തിയിട്ടുണ്ട് നമ്മൾ. ഓക്കെ, മിനിറ്റ്. ഓക്കെ, അപ്പോൾ അങ്ങനെ മധുരൈ സ്റ്റേഷനിലേക്ക് എത്തി. ഇനി മറ്റവനെ കണ്ടുപിടിക്കണം. ആളെ കിട്ടിയിട്ടുണ്ടോ? മധുരൈ സ്റ്റേഷൻ എന്നോട് ചോദിക്കാൻ മുട്ട് എങ്ങനെയുണ്ടായിരുന്നു നാട്ടിൽ പോയിരുന്ന കരുത്ത്. ഇവനോട് ചെന്നൈയിലേക്ക് വരാൻ വരാൻ കഴിഞ്ഞില്ല. എന്നിട്ട് അവൻ അങ്ങനെ മധുരയിൽ വന്നിട്ട് അന്നാടുന്നടുത്തേക്ക് വരുത്തിച്ച് എന്നിട്ട് ധനുഷ്കോടിയിലേക്ക് അങ്ങനെ കണക്കാക്കിയിട്ട് പോകും. നല്ല തലയാണ് മൂപ്പർക്ക്. എനിക്കിപ്പോഴത്തേക്കാണ് ഫസ്റ്റ് ചായ കുടിക്കല. അതോ അതിനുശേഷം ബാക്കിയല്ല ധനുഷ്കോടി എല്ലാം ബാക്കി. ഓക്കെ ഗൈസ്, അപ്പോൾ അങ്ങനെ ഇതാ എൻ്റെ ഹെൽമെറ്റ് ബാഗിലുണ്ട് കേട്ടോ. യോൻ്റെ ഹെൽമെറ്റാണ്. അപ്പോൾ ചെന്നൈ ഡോമിനറും കൊണ്ട് വന്നത്. എൻ്റെ എംഫീൽഡ് ചെന്നൈയിലുള്ളത്, എക്സ്പോൾസും വീട്ടിലുള്ളത്. പോണോ ഫസ്റ്റ് അടുത്തേക്ക് ചായക്കല്ല, ബാക്കിയെല്ലാം തീരുമാനിക്കാം. ഓക്കെ, ഇതാ മധുരൈ ടൗണിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് ചായ കുടിക്കാൻ. അപ്പോൾ എൻ്റെ ഹെൽമെറ്റ് ബാഗിലല്ല കേട്ടോ. കുറച്ച് എടുക്കാൻ വെച്ചിട്ട് ചായ. വണ്ടിനടുത്ത് ചായനോട് ഇഷ്ടമല്ല. ഫുള്ള് ചായക്ക് കൺഫ്യൂഷൻ ആയിട്ടില്ല. എന്ത് കടി എടുക്കണം എന്നാ. ഇത് ഉള്ളിയോടെയാന്ന് തോന്നുന്നു. ഉള്ളിയോടെ ഫുൾ പിച്ച് ചിന്തിട്ടല്ല. ഇതെന്താണെന്ന് അറിയുന്നില്ല. ബണ്ണുണ്ട്. എന്തെടുക്കുന്നത്? എന്ത് ഇതെടുക്കാണ്? ബണ്ണെടുക്കണോ? ബണ്ണൊന്നും കൊടുത്തോ? ക്യാമറ GoPro
പെട്ടെന്ന് പറയാണ്ട് ഓരോ മൂന്ന് ക്യാമറ അടിച്ചിട്ട് ബണ്ണും ബിസ്ക്കറ്റിൽ കാച്ചറ ചെക്കപ്പ് മേടിച്ച് അതോ റൈഡാറ്റം വന്നു ഹെൽത്ത് ഡിപ്പാർട്ട്മെൻ്റ് ആട്ടോ അത് ചോദിച്ച് ചായ മോശം കേട്ടോ നല്ല അടിപൊളി ചായ ഇതിനവിടെ വരുന്നുണ്ട് അല്ല ചായ നല്ല അടിപൊളി ചായ സൺറൈസ് വന്നു കേട്ടോ എൻ്റെ വോയിസ് എത്രത്തോളം കേൾക്കുന്നറിയില്ല ഞാൻ ഹെൽമെറ്റ് ഇടിയിട്ട് വണ്ടി അപ്പോൾ ഞാനെടുക്കുന്ന സമയത്ത് മൈക്ക് കണക്ട് ചെയ്തിട്ടുണ്ടാവും പക്ഷേ എത്രത്തോളം ക്ലിയർ ആണെന്ന് അറിയില്ല ഇവിടെ ഒരു കോൾ വരുന്നുണ്ട് ഇത് തിരുപ്പച്ച എന്തോ കോൾ പിന്നെ ആദ്യം ബൈക്കിൽ തിരുപ്പച്ചത്ത് ട്രോളൊന്നും പറ്റും ചെട്ടോളൊന്നും പറ്റും അതിനടക്കം നല്ല മസാല ദോശ അടിക്കുന്നുണ്ട് പൂരി അടിക്കുന്നുണ്ട് ഇതാ ഇവിടെ എന്തോ കാണുന്നുണ്ട് പാമ്പും പാലൊന്നും പറഞ്ഞിട്ട് അങ്ങനെ ആർട്ടിക്ക പോകാൻ പോകും ഓക്കെ ഇപ്പം ഏകദേശം എത്ര അവിടെ ഇല്ല 90 കിലോമീറ്റർ ഉണ്ട് ഓടി ഞാറ്റവിടെ പോയിട്ടൊന്ന് റൂം എടുത്തിന് ഫ്രഷപ്പ് എല്ലാം ഒന്ന് വേണം ഓക്കെ കോരിക്കൂടോ അപ്പോൾ ഇതോ അമ്മ ഈ ഹോട്ടലിൽ നിന്നാണ് ഫുഡ് കഴിച്ചത് നിങ്ങളുടെ റൂട്ട് പറയാൻ വിട്ടുപോയി നമ്മൾ വന്ന റൂട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ തിരുച്ചിറപ്പള്ളി ദിണ്ടുക്കൽ മധുരയിൽ നിന്നുള്ള റൂട്ടിൽ വഴിയാണ് അമ്മ വന്നത് ആടാ പിന്നെ ഇത് ഫുഡ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ ഇവിടെ പ്യുവർ വെജ് ആയിക്കൊണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലെ ഫുഡ് തന്നെയാണ് ആക്കിയതല്ലടാ ആയതാടാ മഴ ചതിക്കോ ക്ലൈമറ്റ് ഒരു രക്ഷയില്ല നല്ല കൂളിംഗ് ആയിട്ടുണ്ട് പിന്നെ മെയിനായിട്ടൊരു കാര്യം പറഞ്ഞു വെച്ചാൽ ഇത് തികച്ചും ഒരു അൺപ്ലാൻഡ് ആയിട്ട് വന്ന ട്രിപ്പാണ് എനിക്കൊരു 2-3 ദിവസത്തെ ലീവ് ഉണ്ടായിന് പിന്നെ നാട്ടിൽ പോകേണ്ട ചെറിയ പണി അന്നേരം ഒന്ന് പറഞ്ഞത് നമുക്കിങ്ങനെ കണക്റ്റ് ആക്കിയിട്ട് അങ്ങോട്ടേക്ക് ഒരു റൈഡ് പോയാലോ അപ്പോൾ നമ്മ ഇതിൻ്റെ മുമ്പ് ധനുഷ്കോടി പോയവരൊന്നും എനിക്ക് ചാനൽ ഉണ്ടായിട്ടില്ല പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇതിലെല്ലാം അമ്മ ധനുഷ്കോടിലേക്കെല്ലാം പോയത് വൈബായിട്ട് അതിലെ കാറൊക്കെ എടുത്തിട്ടാണ് പോയത് പിന്നെ എന്നെ സെക്കൻഡ് ടൈം പോയതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു ഇതായിട്ടാണ് അപ്പോൾ ഇപ്പോൾ മെയിനായിട്ട് ഇറങ്ങാൻ കാരണം തന്നെയാണ് നമുക്കിങ്ങനെ വീഡിയോ ചെയ്തുകൊണ്ട് പോവാ പിന്നെന്താ വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടി നിങ്ങൾ വീഡിയോയിൽ ആദ്യമായിട്ടായിരിക്കും കാണുന്നുണ്ടാവുക ഐ മീൻ എൻ്റെ ചാനലിൽ ഇപ്പോൾ ഈ വണ്ടി നമ്മൾ എടുത്തിട്ട് ഏകദേശം ഒരു 3 months അടുപ്പിച്ചായി നമ്മൾ എക്സ്പൾസ് എടുത്ത് കഴിഞ്ഞ പാടാണ് എടുത്തത് ഈ വണ്ടി അപ്പോൾ സാധനം നല്ല വേറെ തന്നെ ഒരു മൂഡാണ് എക്സ്പൾസ് ഓടിക്കാൻ അതന്നെ വരുന്നു വായ്മല് ഡൊമിനോർ ഓടിക്കാൻ വേറെ തന്നെ മൂഡാണ് സാധനം മെയിനായിട്ട് ഇതിൻ്റെ എക്സോസ്റ്റ് നോട്ടും പിന്നെ ഇതിൻ്റെ സ്റ്റെബിലിറ്റിയും രക്ഷയില്ല വണ്ടിയെക്കുറിച്ച് ഒന്നും പറയാനില്ല സാധനം വേറെ മാതിരിയാ ഇപ്പോൾ ഇവന് ഇത്രയും ദൂരം കിലോമീറ്ററാണ് ഓടിച്ചിട്ട് കൊണ്ടുവന്നത് നമ്മളെ കണ്ണൂരിനെ ഇവന് എടുത്തിട്ടാണ് മധുരയിലേക്ക് കൊണ്ടുവന്നത് അപ്പോൾ അത്രക്കും എനിക്ക് ഒന്നും ബോഡി പെയിനോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും എനിക്ക് ഫീൽ ആയിട്ടുണ്ടായിട്ടില്ല അപ്പോൾ ഈ സാധനം കൂടി നല്ല വർത്താണ് അപ്പോൾ ഇനി കറക്റ്റ് ഞാൻ പറഞ്ഞു ഇനി ഒരു 75 കിലോമീറ്ററേ ഉള്ളൂ അപ്പോൾ നേരെ ഇവിടത്തേക്ക് പോകുന്നത് ധനുഷ്കോടിയിൽ രാമേശ്വരം ആ ഭാഗത്ത് പോയിട്ട് റൂം എടുത്ത് ഫ്രഷപ്പ് ആയിട്ട് പ്രയറൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരം അങ്ങോട്ടേക്ക് ഇറങ്ങാന്ന് ധനുഷ്കോടിയിലേക്ക് ഇറങ്ങാന്നില്ല പ്ലാന് ഇനി അടുത്തടുത്ത് എന്തൊക്കെ മാറുമെന്ന് പറയാൻ കഴിയില്ല കാരണം വെച്ചാൽ ഒരു പ്ലാൻ ഇല്ലാണ്ട് പോകുന്നതാണ് ഏറ്റവും ബെറ്റർ
പിന്നെ നാളെ റിട്ടേൺ ആയിരിക്കും. അതിന് ശേഷം നാട്ടിൽ കണ്ണൂർ അങ്ങനെ കുറച്ച് പരിപാടി ഉണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാം റെഡിയാക്കാം, സെറ്റാക്കാം. പിന്നെ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതിന് നല്ല നല്ല വീഡിയോസ് വരാനുണ്ട്. പിന്നെ അതിൻ്റെ അടക്കാണെങ്കിൽ കുറച്ച് ദിവസം വീഡിയോസ് ഇടാണ്ട് ഞാൻ ഈ ചെന്നൈയിൽ ഉള്ള സമയത്ത് നല്ല വെയിലാണ്. പിന്നെ അതിന് ശേഷം അങ്ങനെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ മധുരയും നമ്മൾ തിരുച്ചിയെല്ലാം വരുമ്പോൾ ഒന്നും ഉണ്ടായിട്ടില്ല. മധുരയിൽ നിന്ന് കുറച്ച് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ കുറച്ച് നനവുണ്ടായിരുന്നു. പിന്നെ മഴയാണോ മഞ്ഞിറങ്ങുന്നതാണോ എന്നുകൊണ്ടോ ഞാൻ ശരിക്കും പറഞ്ഞിട്ടില്ല. ഇതിപ്പോൾ അവിടുന്ന് ഷോപ്പൊന്നും പറയുന്നുണ്ടായിരുന്നു ഇത് മഴ തന്നെയാണ്, നല്ല മഴ പെയ്തിന് പോലും. നോക്കാം, നമുക്ക് കിട്ടിയ നല്ല ക്ലൈമറ്റ്. അന്നെല്ലാം പോകുമ്പോൾ അതാക്കില വെയിലുണ്ടായിന്, നല്ല വെയിലുണ്ടായിന്. എന്ത് ചൂട് എന്നറിയാം. ഇപ്പം എന്താണെന്നറിയില്ല. എടാ നമ്മൾ നല്ല ടൈം കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാ ധനുഷ്കോടി 68 കിലോമീറ്റർ. ഇനി ഈ റോഡ് ഒരേ സ്ട്രെയിറ്റ് നേരെ രാമേശ്വരം, അവിടുന്ന് റൈറ്റിലോട്ടേക്ക് ഒരേ സ്ട്രെയിറ്റ് ധനുഷ്കോടി എൻഡ്. ഓക്കെ, അപ്പോൾ ഞാൻ പാമ്പം പാലം വൈബ്സ് എല്ലാം സെറ്റാക്കി തരാം. ഓക്കെ, പിന്നെ ഈ റോഡിന് സ്ട്രെയിറ്റ് രാമേശ്വരത്തേക്ക്.